നവകേരളം കിഫ്ബിയിലൂടെ. മലപ്പുറം ജില്ലയിലെ തവനൂരിൽ കിഫ്ബി വഴി സമഗ്ര വികസനമാണ് നടപ്പിലാക്കിയത്. തീരദേശപാതയുടെ നിർമ്മാണമടക്കം നിരവധി വികസന പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പാക്കുന്നത്. ഹൗറ മോഡൽ പാലം പദ്ധതിയാണ് ഏറെ ശ്രദ്ധേയം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി വികസന പദ്ധതികൾക്ക് പശ്ചാത്തല സൗകര്യമൊരുക്കാൻ രൂപീകരിച്ച സർക്കാർ സംവിധാനമാണ്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സർവ്വമേഖലകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ബജറ്റുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ബജറ്റിന് പുറത്ത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തകൃതിയായി മറുഭാഗത്തും നടക്കുന്നു. ഈ രണ്ട് വികസന വഴികളിലൂടെ കേരളം അഭൂതപൂർവമായ വികസന കുതിപ്പാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ തവനൂർ മണ്ഡലത്തിൽ കിഫ്ബി വഴി നടപ്പിലാക്കിയ പദ്ധതികൾ നിരവധിയാണ്. ഇടപ്പാൾ മേൽപ്പാലം 12.21 കോടി രൂപ ചെലവിലാണ് പൂർത്തിയാക്കിയത്. നായർത്തോട് ഒളമ്പക്കടവ് പാലങ്ങൾക്ക് 65 കോടിയോളം രൂപ കിഫ്ബി ഫണ്ട് വഴി അനുവദിച്ചു. തീരദേശ ഹൈവേയുടെ നിർമ്മാണവും കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്നു. തീരദേശ മേഖലയെ പുഷ്കലമാക്കിയ പദ്ധതിയാണ് തീരദേശ ഹൈവേ. അതിനും പണം കണ്ടെത്തുന്നത് കിഫ്ബിയിൽ നിന്നാണ്. തീരദേശ മേഖലയായിട്ടുള്ള പൊന്നാനി, പുറത്തൂരിലെ പടിഞ്ഞാറേക്കര എന്നീ ദിക്കുകളെ ബന്ധിപ്പിക്കാൻ വേണ്ടി ഒരു വലിയ പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട്. ഹൗറ മോഡൽ പാലം എന്നാണ് അത് വിളിക്കപ്പെടുന്നത്. അതിനോടനുബന്ധിച്ചുള്ള റോഡ് പണി ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞാൽ ആ പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തിയിലേക്ക് കടക്കും. 350-400 കോടി രൂപയാണ് അതിനായി കിഫ്ബി ഫണ്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. നിരവധി റോഡുകൾ, നിരവധി സ്കൂൾ കെട്ടിടങ്ങൾ, ഇതെല്ലാം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ചെയ്തിട്ടുണ്ട്. തവനൂരിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ വികസനവും കിഫ്ബി പദ്ധതികളിലൂടെ സാധ്യമായി. കോട്ടായി ഗവൺമെന്റ് മോഡൽ LPS 32 ലക്ഷം രൂപ ചെലവിലും പുരത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ 5 കോടി രൂപ ചെലവിലും നവീകരിച്ചു. ഇവിടങ്ങളിലെല്ലാം തന്നെ പുതിയ ബഹുനില മന്ദിരങ്ങൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചു. ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി. എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 3 കോടി രൂപ ചെലവിട്ടാണ് നവീകരിച്ചത്. തവനൂരിന്റെ ആരോഗ്യ മേഖലയിലും കിഫ്ബിയുടെ സാന്നിധ്യം ശ്രദ്ധേയമാണ്. 1.69 കോടി രൂപ ചെലവിട്ട് തവനൂർ CHCയിൽ ഐസൊലേഷൻ വാർഡ് നിർമ്മിച്ചു. 15.69 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച എടപ്പാൾ മിനി സ്റ്റേഡിയം തവനൂരിന്റെ കായിക മേഖലയ്ക്ക് മുതൽക്കൂട്ടായി മാറി.